വിടുവായൻ ജോർജ് പെട്ടിട്ടുണ്ട്. വാർത്താ കുത്തൊഴുക്കിനിടയിൽ ചിലപ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയുണ്ട്. സംഘികളുടെ ജനൻ ടി വിക്കകത്ത് കയറിയിരുന്ന് പച്ച വർഗീയത വിളിച്ചു കൂവിയല്ലോ. ആ വർഗീയത വിളിച്ചു കൂവിയതുമായി ബന്ധപ്പെട്ട് ഒരു നോൺ ബെയിലബിൾ ഒഫൻസിന് ഒരു കേസെടുത്ത് സർക്കാർ തോളിൽ വെച്ച് കൊടുത്തിരുന്നു. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി, സുഡാപ്പി, മൗദൂദി ടീമുകൾ ഒരുപക്ഷെ ഈ കാര്യം കാണത്തില്ല. കാര്യം സർക്കാരിനെ വിമർശിക്കാൻ മാത്രമേ അവർക്ക് ഉത്സാഹമുള്ളൂ. അതിനുശേഷം PC ജോർജിന് ജാമ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ ഒരു താല്പര്യവുമില്ലാതെ തള്ളിക്കളയുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. ചാനൽ ചർച്ചയ്ക്കിടയിലെ വിദ്വേഷ പരാമർശത്തിൽ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലറിഞ്ഞു. എന്ത് വിടുവായത്തോ അടിച്ച് വർഗീയ പരാമർശം നടത്തിയിട്ട് ഇതുവഴിയെ വന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി അതിനെ പ്രതിരോധിച്ചതോടുകൂടി ജാമ്യം നൽകാൻ കഴിയില്ല എന്നറിയിച്ചു. ഇനി നേരെ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഹൈക്കോർട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. അതുവരെ മിക്കവാറും ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെയോ സുഡാപ്പിയുടെ വീട്ടിൽ പതുങ്ങിയിരിക്കാം. കാര്യം അവരിതിനു വേണ്ടി മുറവിളി ഇടുന്നതെന്ന് പറഞ്ഞാൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലല്ലല്ലോ. PC ജോർജിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പുതിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സർക്കാരിന് പച്ച വർഗീയത ആര് പറഞ്ഞാലും ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന പല ശക്തമായ തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപടികളും അത് പൊതുവെ പുറത്തേക്ക് വരാറില്ലല്ലോ. അത്തരം പ്രതികരണങ്ങൾ നടത്തിയവരെ നിയമത്തിൻ്റെ പൂട്ടിട്ട് പൂട്ടുമ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് വാർത്ത എത്താതെ സംഘികളും ഒപ്പം ഇതിനകത്തുള്ള മൗദൂദി ടീംസുകളെല്ലാം കൂടി പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ, ചില വസ്തുതകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം വിടുവായത്രങ്ങൾ നടത്തിയ ഏത് PC ജോർജ് ആയിരുന്നാലും വെറുതെ വിടത്തില്ല, ഉണ്ട തീറ്റിച്ചേ വിടുള്ളൂ എന്നുള്ള സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമാണ് പ്രോസിക്യൂഷൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായി കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തതോടെ അത് കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതിയും അറിയിച്ചു. പിന്നെ ജോർജിനെ ഗന്ധർവൻ്റെ അവസ്ഥയിലാണ്. നിന്ന നിപ്പി കാണാനില്ല. ഏത് പെരിച്ചാഴിയുടെ മാളത്തിൽ ഒളിച്ചു എന്ന് നോക്കിയാൽ ഈരാറ്റുപേട്ടയിലുള്ള ഏതെങ്കിലും മൗദൂദി SDP വീട്ടിൽ പതുങ്ങിയിരിക്കും. കാര്യം സംഘികൾ ഈ നാട്ടിൽ നിലനിൽക്കേണ്ടതും സംഘപരിവാറിൻ്റെ വിടുവായത്തരങ്ങൾ ആഘോഷിക്കുന്നതും അത് വച്ചിട്ട് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പിണറായി വിരുദ്ധത ഉണ്ടാക്കുക എന്നതിനപ്പുറം അത്തരം പരാമർശങ്ങൾ വരരുതെന്ന് ആഗ്രഹിക്കാത്ത വിഭാഗക്കാരല്ല ഇവർ. വരണമെന്ന് ചിന്തിക്കുന്ന ടീംസ്. ഈ വാർത്ത പുറത്തേക്ക് ചർച്ചയാക്കാത്തത് എന്തെന്ന് പറഞ്ഞാൽ ആ നടപടി അതുണ്ടായിക്കഴിഞ്ഞാൽ പോയില്ലേ. പിണറായി വിജയൻ്റെ ഈ വിഷയത്തിലെ നിലപാടുകൾ അത് ജനം ചർച്ച ചെയ്യില്ലേ. അപ്പോൾ ചർച്ച ചെയ്യാതിരിക്കാൻ ഒളിച്ചു പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ അനാവശ്യമായി അതിന് ചാനൽ ചർച്ചയില്ല, പൊതു ഇടത്തിലും ആയിക്കോട്ടെ, പച്ച വർഗീയത പറഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ള ശക്തമായ സന്ദേശമാണ് ജോർജിലൂടെ ഈ സർക്കാർ സമൂഹത്തിലേക്ക് നൽകുന്നതെന്ന് പറയേണ്ടി വരികയാണ്.